ഇതാ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ 4ാം ക്ലാസിന്റെ ഒരു പാഠപുസ്തകം ആദ്യമായി എന്റെ ശ്രോതാക്കൾ, നല്ലവരായ സത്യം മനസ്സിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന നല്ലവരായ നാട്ടുകാർ, ഇത് കേട്ട് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മക്കൾ, അതുപോലെ തന്നെ നല്ലവരായ സഹോദരിമാർ, ശബ്ദം കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചോ. ഇത് ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ല, KNM ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതുമല്ല. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന അഖ്ലാഖ് എന്ന് പറഞ്ഞൊരു പാഠപുസ്തകം ഉണ്ട്. ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അറിയാം അങ്ങനെ പുസ്തകം ഉണ്ടോ? ഉണ്ട്. എന്താ പാഠത്തിന്റെ പേര്? അദാബുസ്സലാം എന്ന. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്നറിയോ? തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടി ആയത്ത് ഹദീസ് പ്രത്യേകമായി കൊടുത്തിട്ട് അത് വിശദീകരിക്കപ്പെടാതെ അതിനൊന്നു മാത്രം അടർത്തിയെടുത്തിട്ട് ഈ സമുദായത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതാ ആദാബുസ്സലാം ഇതിൽ പറയുന്നു. പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല, മുജാഹിദ് എന്ന് പേരെടുത്തു പറഞ്ഞു. ഇപ്പൊ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ പുത്തൻവാദികൾക്ക് അഥവാ മുബത്തദിഇന് സലാം പറഞ്ഞുകൂടാ എന്നാണ്. പാവങ്ങളായ കുട്ടികൾക്ക് അറിയൂല മുബത്തദികൾ ആരാണെന്ന് അറിയോ? ഇല്ല. അപ്പൊ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കും, നീണ്ട താടിയുള്ളവർ, നെരിയാടിക്ക് മുകളിൽ പാൻറ്റുള്ള വസ്ത്രമെടുത്തവർ, അങ്ങനെ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ആ കുട്ടിയെ അവിടെ കുട്ടിയോട് ഉപരോധം. അങ്ങനെ ആദ്യമായിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അള്ളാന്റെ ദീന് എന്തൊക്കെ പഠിപ്പിക്കാനുണ്ട് കുട്ടിക്ക്. ആദ്യമായി പഠിപ്പിക്കുന്ന കേട്ടോ, ഇവരോട് സലാം പറഞ്ഞു പോകരുത് എന്നാണ്. സലാം പറയരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഹദീസ് ഏതാണെന്ന് കേട്ടോ സഹോദരന്മാർ, ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അദബുകൾ, മര്യാദകൾ 6 അതിൽ ഒന്നാമത്തത് കണ്ടാൽ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ സലാം പറയലാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ ഹദീസാണ്. അങ്ങനെ അപ്പൊ ഇവിടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പാവപ്പെട്ട കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ സലാം പറഞ്ഞു പോകരുത്. ആരോടാ പറയേണ്ടത്? ആരോടാ? ഒരു അമുസ്ലിമിനോടാണോ പറയരുതെന്ന് പറഞ്ഞത്? അല്ല. ഒരു ക്രിസ്തീയ സഹോദരനാണോ? അല്ല. പിന്നെ 5 നേരം നമസ്കരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും തക്രീറുകളും അത് മുഴുവൻ ജീവിതത്തിൽ പകർത്തി ഒരു കടുകുമണിയോളം മാറ്റമില്ലാതെ തൗഹീദ് ഉൾക്കൊണ്ട് നടക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യനോടാ പറഞ്ഞത്, ഇവരോട് സലാം പറയരുത് മക്കളെ എന്ന് കുട്ടിയോട് ആദ്യം പഠിപ്പിച്ചു. എന്നാൽ ഈ ഹദീസിൽ പറഞ്ഞ മറ്റുള്ള കാര്യത്തിലൊക്കെ സമ്മതിച്ചവര്, അതിൽ ഉറപ്പാ. എന്താ സഹോദരന്മാർ കേട്ടുകാണല്ലോ ഹദീസ്? 5 കാര്യങ്ങളായി ഇതിൽ പറഞ്ഞത്. അത് ഒന്നാമത്തെ സലാം പറയൽ. രണ്ടാമത്തെ കാര്യം എന്താണ്? വൈദാ ദഅക ഫഅജീബുഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. കണ്ടോ? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുന്നതിന് പാഠം എതിരല്ല, അതിവിടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്ന് കേട്ടോ? നന്മ ഉപദേശിച്ചാല് നല്ല കാര്യം ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കണം. അവിടെയും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം, മുജാഹിദ് പ്രവർത്തകൻ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് കേൾക്കുന്ന വക്ര ബുദ്ധിയുള്ള സമ്പത്ത് ജമാഅത്തിന് പേര് പറയപ്പെടുന്ന പുത്തൻവാദികളിൽ നിന്ന് പേര് പറയാവുന്ന, എന്നാൽ സുന്നിയെന്ന് അവർ അവകാശപ്പെടുന്നവർ പറയണം അൽഹംദുലില്ലാ. മുജാഹിദ് തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഈ പാഠം തടസ്സമില്ല. അതുപോലെ തന്നെയാണ് മുജാഹിദ് പ്രവർത്തക രോഗിയായാല് അവനെ പോയി കാണുന്നതിന് തടസ്സമില്ല. മുജാഹിദ് പ്രവർത്തകൻ മരിച്ചാൽ അവന്റെ പിന്നാലെ പോകുന്നതിന് തടസ്സമില്ല. അപ്പോ ഇതിനൊന്നും തടസ്സല്ല. മുജാഹിദിന് ചോറും ശമ്പളത്തിനൊന്നും എന്തില്ല, തടസ്സല്ല. പണത്തിനും പിന്നെ ചോറിനൊക്കെയാണ് ഇവിടെ ആർക്കും തടസ്സമില്ല. പിന്നെ സലാം പറഞ്ഞുകൂടാണ്. അപ്പോ ആ 6 കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ ഈ സലാം മാത്രം പൊക്കിപ്പിടിച്ചത്. എന്നാ കുട്ടിയോട് പറയണ്ടേ, മോനെ ഇതിൽ മുജാഹിദ് മരിച്ചാലും മയ്യത്തിന്റെ പിന്നാലെ പോകാനും പാടില്ല. അതുപോലെ മുജാഹിദ് തുമ്മീട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അവന്റെ ക്ഷണം നീ സ്വീകരിക്കാൻ പാടില്ല. അത് കണ്ട. അപ്പൊ ഇവിടെ ഒന്നും ഉപരോധമല്ല കേട്ടാ. ഇവിടെ ഈ 6 കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ഒരു ഹദീസ് കൊടുത്തിട്ട് സലാം മാത്രം പൊക്കിപ്പിടിച്ചിട്ട് ഇവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുമ്പോ ഇതിന്റെ പിന്നിലുള്ള തന്ത്രം എന്താണെന്നറിയോ നിങ്ങൾക്ക്? തന്ത്രം എന്താ? ഒരു മനുഷ്യ ആദ്യമായി കണ്ടുമുട്ടുമ്പോ എന്താ പറയുക? അസ്സലാമു അലൈക്കും എന്നാണല്ലോ പറയുന്നത്.
അപ്പൊ അവിടുന്നാണ് പരിചയപ്പെടുക. അങ്ങനെയാണല്ലോ, ഒരാളെ കണ്ടാ എന്താ പറയാ, സ്വാലിഹാണെങ്കിൽ അസ്സലാമു അലൈക്കും, പിന്നെ എവിടെയാ നാട്, എവിടെയാ വീട്, എവിടെയാ വരുന്നത്, പാടില്ല. അവരുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല, കണ്ടാ മിണ്ടാൻ പാടില്ല എന്നാണ്. സഹോദര, ഈ കഴിഞ്ഞ റമദാന് എന്റെ ഈ വേഷം കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോയി. പടച്ചവനെ, അവരിപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പൊ കേട്ടത്. അവരിപ്പോഴും എന്തിനാ എന്നോട് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന് തൗബ ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചവനെ പൊറുക്കണേ, അത് വലിയ പാപാണല്ലോ ചെയ്തത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സലാം മാത്രം പറയാനേ പറ്റുള്ളൂ, തടസ്സമുള്ളൂ. മുജാഹിദിന് മയ്യത്ത് സ്വീകരിക്കുന്നതിനോ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി പിന്നാലെ പോകുന്നതിനോ ക്ഷണം സ്വീകരിക്കുന്നതിനോ അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. അള്ളാന്റെ രസം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയാനേ ഇവിടെ തടസ്സമുള്ളൂ. അപ്പോ ഇതിന്റെ പുറകിൽ ഒരു വലിയ കൈ കടത്തലാണ്. കാരണം എന്താ, കുട്ടി സലാം പറയാൻ പാടില്ല. അത് മാത്രം പറഞ്ഞ് വേറെ ഹദീസ് വേറല്ലേ ഉണ്ട്. അപ്പൊ അതൊന്നും പറയാതെ, അപ്പൊ ഇതൊരു തട്ടിപ്പാണ് കേട്ടോ സഹോദരന്മാരെ, മനസ്സിലാക്കിക്കോ.